ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാന സ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകനെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ വർഷം, തിബിരിയോസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം എന്ന ഒരു കാലക്രമം കൂടി കാട്ടി വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ വളരെ വ്യക്തമായി ആ ഒരു സമയം സൂചിപ്പിച്ച് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിനുള്ള ജ്ഞാന സ്നാനം പ്രസംഗിക്കുന്ന ആ ഒരു ദൗത്യം ആരംഭം കുറിക്കുന്ന ഒരു വേദവാക്യം. എന്തായിരിക്കാം ജ്ഞാന സ്നാനം? ജ്ഞാനം, അറിവ്, പരിജ്ഞാനം, തിരിച്ചറിവ്. ജ്ഞാന സ്നാനം, തിരിച്ചറിവിൻ്റെ സ്നാനം. അതെ, മനസ്സിൻ്റെ തിരിച്ചറിവിൽ മനസ്സുകൊണ്ട് വിശുദ്ധി നേടുവാൻ ആഗ്രഹിച്ച് മനസ്സുകൊണ്ടുള്ള മാനസാന്തര സ്നാനം നടത്തുന്ന സമയം. റിപ്പൻറ്റൻസ് ഓഫ് അവർ സോൾ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ മൈൻഡ്. മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷം, അത് നമ്മുടെ ശരീരത്തിലൂടെയും നമ്മുടെ മനസ്സുകൊണ്ടും ചെയ്തു പോയ പാപത്തിൻ്റെ കുറ്റബോധം എന്ന ആ ഒരു വിഷം, അത് നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നു. അത് കഴുകിക്കളയുന്ന, മനസ്സ് ശുദ്ധി വരുത്തുന്ന, നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയിലേക്ക് ആനയിക്കപ്പെടുന്ന, മനസ്സിൻ്റെ ഒരു നിഷ്കളങ്കതയിലേക്കുള്ള ഒരു മടക്കത്തിൻ്റെ തുടക്കമാണ് നമ്മുടെ മനസ്സിലുള്ള മാനസാന്തര സ്നാനം. പാപത്തെക്കുറിച്ച് ഓർത്ത് അനുദപിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയായി ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും മോചനം അഭ്യർത്ഥിച്ച് ആ പാപമോചനം ലഭിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി നമ്മളെ ഓരോരുത്തരെയും മാറ്റുവാൻ നസ്രായൻ ആഗ്രഹിക്കുന്നു. ആ നസ്രായൻ്റെ അടുക്കിലേക്ക് നമ്മളെ നയിച്ച വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മാനസാന്തരത്തിനുള്ള പ്രസംഗം, അത് നമ്മുടെ കാതുകളിലും എപ്പോഴും കേൾക്കുവാനും ആ പ്രസംഗത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിർമ്മലമായ ഹൃദയത്തോടെ, വിശുദ്ധിയുള്ള ഒരു മനസ്സോടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് പാപമോചനം ലഭിച്ച ഒരു മനസ്സിനുടമയായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.